നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ഇന്റർ മയാമിയുടെ ആദ്യ മത്സരം ഇന്ന് പുലർച്ചെയായിരുന്നു. പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരമാണ്, ലാറ്റിൻ അമേരിക്കൻ ടൂറാണ്. ആദ്യ കളിയിൽ തന്നെ ലിമയിൽ വെച്ച് പെറുവിലെ ക്ലബ്ബായ അലിയൻസ ലിമയോട് വമ്പൻ മാർജിനിൽ പൊട്ടിയിരിക്കുകയാണ്. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ഇന്റർ മയാമി അലിയൻസ ലിമയോട് പരാജയപ്പെട്ടത്. കളിയുടെ 29ാമത്തെ മിനിറ്റിൽ പൗലോ ഗുറേറോയും അതിനുശേഷം തന്നെ അദ്ദേഹം തന്നെ രണ്ടാമത്തെ ഗോൾ 35ാമത്തെ മിനിറ്റിൽ നേടിയിട്ട് ലൂയിസ് റാമോസ് 73ാമത്തെ മിനിറ്റിലും ഗോൾ അടിച്ചപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വമ്പൻ തോൽവിയാണ് ഇന്റർ മയാമിക്ക് നേരിടേണ്ടി വന്നത്. മത്സരത്തിൽ സൂപ്പർ താരങ്ങളെ തന്നെ ഇന്റർ മയാമി അണിനിരത്തിയിരുന്നു. ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും സെഗോവിയയും റോഡ്രിഗോ ഡീബോളും സിൽവറ്റിയും റിഗോയിലരും ഒക്കെ അവരുടെ ആദ്യ 11 ഉണ്ടായിരുന്നു. പുതിയ ഗോൾ കീപ്പർ സെൻക്ലെയർ അവരുടെ ഗോൾ വല കാക്കാനുണ്ടായിരുന്നു. പക്ഷേ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ തോൽവിയാണ് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതേസമയം പുതിയ താരങ്ങൾക്ക് യങ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് അവസരം കൊടുക്കാൻ ഹവിർ മഷ്രാനോ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കളിയുടെ 63ാമത്തെ മിനിറ്റ് 2-0 ടീം പുറകെ നിൽക്കുമ്പോൾ മെസ്സിയെയും സുവാരസിനെയും ഒക്കെ പിൻവലിച്ചിരുന്നു. പിന്നെ യുവതാരങ്ങൾക്ക് അദ്ദേഹം അവസരം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഫോർവേഡായിട്ടുള്ള മമാരി ജിയാന, മിഡ്ഫീൽഡർ കെന്നി ഹോട്ട്, ഡിഫൻഡർ ഗോൺസാലോ ലുജാന്, മിഡ്ഫീൽഡർ സാന്റിയാഗോ മൊറേലസ്, ഗോൾ കീപ്പർ റോക്കോ റിയോ നോവോ, മിഡ്ഫീൽഡർ അലക്സാണ്ടർ ഷോ തുടങ്ങിയവർക്കൊക്കെ അദ്ദേഹം അവസരങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതൊരു പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരമാണ്. കളി അത്ര മികച്ചതായിരുന്നില്ല എന്നതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ എല്ലാ താരങ്ങൾക്കും പ്ലേയിങ് ടൈം കൊടുക്കുക എന്നുള്ളതാണല്ലോ പ്രീ സീസൺ ഫ്രണ്ട്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇതിനെ പോസിറ്റീവായിട്ട് കാണാനാണ് മയാമിയുടെ ആരാധകർക്ക് ഇഷ്ടം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.